കലോത്സവം കഴിഞ്ഞ ശേഷം കോളേജ് ക്യാമ്പസ് വീണ്ടും ശാന്തമായി. ആദിത്യയും മീരയും ക്യാൻറ്റീനിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് രാഹുൽ അവരുടെ അടുത്തേക്ക് വന്നത്. മീരെ, ഇന്നത്തെ നിന്റെ പെർഫോമൻസ് വളരെ മനോഹരമായിരുന്നു കേട്ടോ. ഇത് കേട്ടവൾ ആദിത്യയെ നോക്കി രാഹുലിനോട് നന്ദി പറഞ്ഞു. ആദിത്യ, നീ ഗിറ്റാർ വായിച്ചതും വളരെ നന്നായിരുന്നു. ഇങ്ങനെ പറഞ്ഞ് അവർ മൂന്നുപേരും കുറച്ചു നേരം സംസാരിച്ചു. എങ്കിലും ആദിത്യയുടെ മനസ്സിൽ ചെറിയ സംശയങ്ങൾ തോന്നിത്തുടങ്ങി. രാഹുൽ മീരയോട് വളരെ അടുത്ത് സംസാരിക്കുന്നത് പോലെ ആദിത്യയ്ക്ക് തോന്നി. ആ ദിവസം വൈകുന്നേരം വീട്ടിലേക്ക് പോകുമ്പോൾ ആദിത്യയുടെ മനസ്സിൽ ഒരു ചിന്ത മാത്രമുണ്ടായിരുന്നു. മീരയ്ക്ക് രാഹുലിനോട് കൂടുതൽ ഇഷ്ടമുണ്ടോ? അതേസമയം മീരയുടെ മനസ്സിൽ വേറൊരു ചിന്തയായിരുന്നു. ആദിത്യ എന്താണ് ഇങ്ങനെ നിശബ്ദമായിരിക്കുന്നത്? അവനിതെന്തു പറ്റി? അവരുടെ സൗഹൃദത്തിൽ അങ്ങനെ ആദ്യമായി ഒരു ചെറിയ സംശയമുണ്ടായി. പക്ഷെ അവർ രണ്ടുപേരും അറിഞ്ഞില്ലായിരുന്നു ഈ ചെറിയ സംശയം അവരുടെ ബന്ധത്തെ കൂടുതൽ പരീക്ഷിക്കാൻ പോവുകയാണെന്ന്.